വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. ഇവിടെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് NDAയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ വിജയിച്ചു വരുന്ന ദിവസമായിരിക്കും മെയ് 4-ാം തീയതി. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. ഇതാണ് കഥ. പക്ഷേ ഫ്ലാഷ് ബാക്കിലാണ് യഥാർത്ഥ സംഭവം നടക്കുന്നത്. ഞാൻ ഇത്രയും നാളായിട്ട് എന്തുകൊണ്ട് BJP പോയില്ല? എനിക്കെങ്ങനെ അറിയാം? എനിക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഒരു രാഷ്ട്രീയ പാർട്ടി പോകാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? ഒരു തടസ്സം ഇല്ലാത്ത ഈ രാജ്യത്ത് ഞാൻ പോകാത്തതിനൊരു കാരണമില്ല. അപ്പൊ അത് എന്തോ ഒരു കാരണം എന്നെ BJPയിലേക്ക് അടുപ്പിക്കുന്നില്ല. ആ ഒരു കാരണം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ BJPയിലേക്ക് പോകാത്തത്. BJP വേദികളിലോ BJPയുടെ ഔദ്യോഗിക പരിപാടികളോ പങ്കെടുക്കാതെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് വേദികളിൽ പങ്കെടുത്തത് നമ്മുടെ ഉള്ളിൽ ഒരു മതേതരവാദി ഉണ്ടായതുകൊണ്ടാണ്. ഇവിടെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് NDAയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ വിജയിച്ചു വരുന്ന ദിവസമായിരിക്കും മെയ് 4-ാം തീയതി. ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. വോട്ട് അദ്ദേഹം പിടിച്ചു. കാര്യം വാർഡിലെ 8 വാർഡിൽ വോട്ട് കൂടുന്നതിനെക്കാട്ടും കൂടുതൽ പാർട്ടിക്ക് കിട്ടിയ വോട്ട് ബ്ലോക്കിൽ പുള്ളി കിട്ടിയപ്പോൾ അതിന് മുകളിൽ 1700 വോട്ട് എനിക്ക് ഉണ്ടായിരുന്നു. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. പിന്നീട് പല പ്രാവശ്യം പാർട്ടിയിൽ തന്നെ തിരിച്ചു കയറാൻ വേണ്ടി ഞാൻ അപേക്ഷ കൊടുത്തു. പക്ഷേ പാർട്ടിക്ക് വേണ്ട. പ്രതിഭയെ അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. അത് മഹാഭാഗ്യമായി കേട്ടോ. അത് ഭാഗ്യമോ ഇല്ലെങ്കിൽ ഞാൻ കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. അതെ, അത് കഴിഞ്ഞ് ഏത് പാർട്ടിയിലോട്ട് പോയി? ഒരു ചെവിയിൽ എന്റെ കുറച്ച് കോൺഗ്രസ് നേതാക്കന്മാർ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു, നീ BJP പോയി ചേരുന്നൊക്കെ പറഞ്ഞു. നിനക്കൊക്കെ 2 പോത്തിനെ മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പൊക്കുറ മലമങ്കി. BJP ചേർന്നു. ഒരു 1.5 വർഷം 2 വർഷത്തെ താഴെ അത്രേ ഉള്ളൂ. പക്ഷേ ഒരു നിലപാടില്ലാത്ത മനുഷ്യൻ ചോദിക്കാൻ നമ്മൾ വേണം ചവിട്ടാൻ.